ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയെ പറ്റി ഒന്നുമില്ല. പ്രത്യേകിച്ച് നമ്മളിന്നൊരു മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവർക്കും വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫുഡാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് മല്ലിയില വേണം, പിന്നെ പുതിനയില വേണം, പിന്നെ 2 ക്യാപ്സിക്കം, 3-4 പച്ചമുളക്, പിന്നെ 3 സവാള, പിന്നെ വേണ്ടുന്നത്രയും ചിക്കൻ എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് വേണ്ടുന്നത്രയും അരിയും എടുത്തിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ള ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫോർക്കോ അല്ലെങ്കിൽ കത്തിയോ എന്താന്ന കുത്തുന്ന ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ഈ ചിക്കൻ എല്ലാം നല്ല രീതിക്ക് കുത്തി കൊടുക്കണം. അതിലൊരു ധാഷ്ട്യം നിങ്ങൾ കാണിക്കരുത്. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മസാലയെല്ലാം നന്നായിട്ട് ചിക്കനിൽ പിടിക്കാനും ചിക്കനാണ് നല്ല ജ്യൂസി ആവാനായിട്ടുമാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. ഇത്ര അധികം പുതിനയില മല്ലിയില എടുക്കാനൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ സോസ് അതിനു വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിനും കൂടെ ഉള്ളത് എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് അത്രയും. നേരത്തെ കാണിച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഇങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ചോപ്പറിനകത്തിട്ട് കുനുകുനാ നമുക്കത് അരിഞ്ഞെടുക്കണം. നേരത്തെ കുനുകുന ചോപ്പ് ചെയ്ത സാധനങ്ങളെല്ലാം നമ്മളിപ്പോൾ ഒന്ന് മിക്സ് ചെയ്യുന്നു. അപ്പം നമുക്കിതിനകത്ത് ഇടേണ്ട പൊടികളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. കുരുമുളക് പൊടി മാത്രം ഇച്ചിരി കൂടുതലിടുന്നുണ്ട്, കാരണം എരിവ് വേണ്ടിയോണ്ട്. പിന്നെ മുളക് പൊടി, ഇത് കശ്മീരി ചില്ലി പൗഡർ അല്ല, നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. ഒക്കെ 1 സ്പൂൺ ഇടുന്നുള്ളൂ. എല്ലാം ഞാൻ ഈ സ്പൂണിന്റെ അളവിനാണ് ഇടുന്നത് കേട്ടോ. ഞാൻ അടുത്ത ഗരം മസാലയാണ്. ഗരം മസാല അതും 1 സ്പൂൺ ഇടുന്നുള്ളൂ. പിന്നെ അതുപോലെ നോറിന്റെ ചിക്കൻ ക്യൂബ്സ് 2 എണ്ണം എടുക്കുന്നുണ്ട്. 2 ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ ക്യൂബ് ഇങ്ങനെ പൊടിച്ച് വേണം അതിനകത്തിടാൻ. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് ടെസ്കോയിൽ നിന്ന് വാങ്ങിച്ച വെജിറ്റബിൾ ഓയിലാണ്. നമ്മളൊരു 1/4 കപ്പോളം വെജിറ്റബിൾ ഓയിൽ ഇതിനകത്തോട്ട് ഒഴിക്കും. നമ്മൾ കൈ കൊണ്ടോ തവി കൊണ്ടോ എന്തെങ്കിലും ഉപകരണം കൊണ്ട് നന്നായിട്ട് ഞെവടി മിക്സ് ചെയ്യണം. പക്ഷെ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. നമ്മൾ നേരത്തെ കഴുകി കുത്തി വെച്ചിരിക്കുന്ന ഈ ചിക്കൻ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. 1/2 മണിക്കൂർ എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് പിടിക്കാൻ വേണ്ടി വെച്ചിട്ട് വേണം ഈ ചിക്കൻ ഗ്യാസിലോട്ട് വെക്കാൻ. അമിഗോസ്, അപ്പം നമ്മൾ 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്കിപ്പോ ഗ്യാസിലോട്ട് എടുത്ത് വെക്കാം. ഒരു 1/2-മുക്കാൽ മണിക്കൂറത്തേക്ക് നമ്മൾ ഈ ചിക്കൻ ഹൈ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ വേണ്ടി. അതിന്റെ ലിഡും കൂടെ നമുക്കൊന്ന് അടച്ചു കൊടുക്കാം, അവൻ നന്നായിട്ടൊന്ന് കുക്ക് ആവട്ടെ. നമ്മുടെ ചിക്കൻ ഇവിടെ ഒരു പാചകത്തിൽ കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ തൊട്ട് സൈഡിലായിട്ട് നമ്മൾ അരി എത്ര കപ്പ് എടുത്തോ അതിന് അഡീഷണൽ ആയിട്ട് 1 കപ്പ് എടുത്ത് നമ്മൾ വെള്ളം അളവിൽ വെച്ചിട്ടുണ്ട് ഇവിടെ. അത് കഴിയുമ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് 3/4 മണിക്കൂർ ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിനകത്തോട്ട് ഈ അരി വേവാൻ അത്ര സമയത്തേക്ക് നമുക്കിടാം. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഇതിൽ ഏകദേശം 1 സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ഉണ്ട്. നമുക്ക് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതെന്തിനാ നമ്മൾ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ അരി കുഴഞ്ഞു പോവാതെ അരി വേർപെട്ട് കുക്ക് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇടുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് ഉപ്പ് ഇടുന്നു. ഉപ്പ് നല്ല അരിക്ക് പാകമാവത്തുള്ളൂ ടേസ്റ്റ് ഉപ്പിന്. 3-4 ഏലക്കായ നമുക്കൊന്ന് പൊട്ടിച്ചിടാം. 4 ഗ്രാമ്പു, 2 പീസ് കറുവാപ്പട്ട, പിന്നെ ബേലീഫ് അല്ല സർവ്വസുഗന്ധി പൊടിച്ചത്, പിന്നെ തക്കോല സ്റ്റാർ 1 എണ്ണം. ഇത്രയും ഇട്ട് അരി നന്നായിട്ട് തിളക്കവേ നമ്മൾ ഈ അരി എടുത്ത് ഇതിനകത്തോട്ട് ഇട്ട് ഒരു 75% അത് കുക്ക്ഡ് ആയി കഴിയുമ്പോൾ ഈ പാത്രത്തിലെ ചിക്കന്റെ കൂട്ടത്തിൽ ഇടുക. നമ്മുടെ ചിക്കൻ പിടപെട തിളക്കണ കണ്ട. ഇതൊരു 10-20 മിനിറ്റ് ആയിട്ട് ഈ പരുവത്തിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ നമുക്ക് ഇവനെ ഒന്ന് തിരിച്ചിടാം കേട്ടോ. ഒരു തോങ്സ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം യവനൊന്ന് നന്നായിട്ട് തിളച്ച് വന്ന സ്ഥിതിക്ക് നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ഹൈ ഫ്ലെയിമിൽ നിന്ന് സ്വിച്ച് ചെയ്യണം കേട്ടോ ചിക്കൻ. എന്നാലേ യവൻ നന്നായിട്ട് വേവത്തുള്ളൂ. വെള്ളം പടപട തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ അരി എല്ലാം കൂടെ ഇതിന്റെ അകത്തോട്ടൊന്ന് ഇടണം. അപ്പൊ അരി നമ്മൾ ഇടുന്നത് ചിക്കൻ വെട്ടി തിളച്ച് എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്താണ് ഇടുന്നത്. കാരണം ഈ ചിക്കൻ റെഡി ആയി കഴിഞ്ഞ്
ചിക്കൻ റെഡി ആയി കഴിഞ്ഞാണ് നമ്മൾ അരിയും കാര്യങ്ങളും എല്ലാം ഇടുന്നത് അതിന്റെ അകത്തോട്ട്. അപ്പൊ ആ ഒരു ടൈം നിങ്ങൾ നോട്ടീസ് ചെയ്ത് വെച്ചോണം. 95% അരിയുടെ വേവ് വന്ന് കഴിയുമ്പോൾ അരി നമ്മൾ ചിക്കന്റെ മണ്ടയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പം ഗൈസ് അരി ഏതാണ്ട് 75% വെന്തിട്ടുണ്ട്. നമുക്കിത് ഊറ്റി കിഴുത്തപാത്രത്തിനകത്തോട്ട് ഇട്ട് ഇച്ചിരി ഡ്രൈ ആക്കിയിട്ട് വേണം ഇത് ചിക്കന്റെ കിഴുത്തപാത്രത്തിൽ ഇട്ട് ഇത് ഊറ്റിയെടുക്കാം. കണ്ണാടിയിലോട്ടില്ല അടിച്ച് അരി കിഴുത്തപാത്രത്തിൽ ഇട്ട് നല്ലോണം വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനിയും ഇത് ഒരു ചെറുതായിട്ട് ഇത് വെതറി കൊടുക്കാം. ഈവൻ ആയിട്ട് വേണം ഇത് വെതറി കൊടുക്കാൻ. എന്നിട്ട് ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് പച്ചമുളക് കുറച്ച് ഒരു 4-5 കുത്തി വെക്കണം, ഒരു ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടി. ചെറിയ പാത്രത്തിനകത്ത് 4-5 പീസ് കരിയും കൂടി ഇട്ട് ചെറുതായിട്ട് കനൽ കത്തിച്ച് ഇതിനകത്ത് മൂടി ദം ചെയ്യുന്ന പോലെ വെക്കണം ഒരു 5-10 മിനിറ്റ്. നമ്മൾ അരിയുടെ വേവ് കറക്റ്റ് 75% തന്നെ എടുക്കണം, അല്ലെങ്കിൽ ഇത് ദം ചെയ്യുന്ന പ്രൊസീജിയറിൽ കുഴഞ്ഞു പോകും. അപ്പോൾ മന്തിയുടെ ഒരു കൺസിസ്റ്റൻസി കിട്ടൂല. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ഈ കരി ഇതുപോലെ നമ്മൾ ഒരു സ്റ്റോവിന്റെ മണ്ടയിൽ പിടിച്ച് ഇതുപോലെ ഒന്ന് കത്തിച്ച് ഇതൊന്ന് ഇച്ചിരി പുകഞ്ഞ ഒരു ഫ്ലേവർ, സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പച്ചമുളകെല്ലാം ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇച്ചിരി ഒലിവ് ഓയിലോ എന്തെണ്ണ ആയാലും കുഴപ്പമില്ല സ്പ്രേ ചെയ്ത് ഇത് അടച്ചു വെക്കുക. അരി നമ്മൾ ഇതുപോലെ അന്ന് അടച്ച് ദം സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു 5-10 മിനിറ്റത്തേക്ക് വെച്ചേക്കുവാണ്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് പാത്രത്തിൽ സെർവ് ചെയ്ത് ആസ്വദിക്കാം. ഹോലാ അമിഗോസ്, അപ്പൊ നമ്മുടെ മന്തിക്കൂട്ടൻ റെഡി ആയിട്ടുണ്ട്. അയവാ, നല്ല പുകയൊക്കെ ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ മന്തിക്കൂട്ടനെ നമ്മുടെ പ്ലേറ്റിലോട്ട് പടച്ചിട്ടുണ്ട്. ഈ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഈ ഗ്രീൻ സോസിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും അതും കൂടെ ഒന്ന് പോയി കാണണം. അപ്പോൾ ഈ സോസും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ഒന്ന് കഴിച്ചു നോക്കാം. അടിപൊളിയായിട്ടുണ്ട് അമിഗോസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലടന്നും കൂടെ അടിച്ചു പൊട്ടിക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നേക്കും. ബൈ.